സെബിയുടെ പുതിയ റൂൾസ് എന്തൊക്കെയെന്ന് നോക്കിയാലോ. അതിൽ ഒന്നാമത്തെയാണ് കോൺട്രാക്ട് സൈസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നിലവിൽ 5 ലക്ഷമൊക്കെയാണ് നമുക്ക് തരുന്നത് കോൺട്രാക്റ്റിൻ്റെ വാല്യൂ വരുന്നത്. ഇനി അത് 15 അല്ലെങ്കിൽ 20 ലക്ഷമായിട്ട് കൂട്ടാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നവംബർ 20 തീയതി മുതൽ ആക്റ്റീവ് ആവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5 ലക്ഷം ഉണ്ടാകുമ്പോൾ നമുക്ക് ലോട്ട് സൈസ് വരുന്നത് ഇപ്പം നിഫ്റ്റിയൊക്കെ 25 വരുന്നത്. ഇത് ഇനി 15 അല്ലെങ്കിൽ 20 ആകുമ്പോൾ ഇതിൻ്റെ 3x ആണ് വരിക. ഇപ്പോൾ 25 എന്നുള്ളത് എന്തായിട്ട് മാറും? 75 ആയിട്ട് മാറും എന്നുള്ളതാണ് ലോട്ട് സൈസ്. ഈ ലോട്ട് സൈസ് കണക്കാക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ ഇപ്പോൾ 15 ലക്ഷം ആണെങ്കിൽ 15 ലക്ഷം ഡിവൈഡഡ് ബൈ നിഫ്റ്റിയുടെ പ്രൈസാണ്. ഇപ്പോൾ 25,796 ഇന്നലെ നിഫ്റ്റി ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. അപ്പം 15 ലക്ഷം ഡിവൈഡഡ് ബൈ 25,796 എന്നടിച്ച് കഴിഞ്ഞ ശേഷം 58 അല്ലെങ്കിൽ 60 വരുന്നത്. അപ്പോൾ അത്രയും സൈസിലേക്ക് എന്ത് മാറും? നമ്മുടെ ലോട്ട് സൈസ് മാറും എന്നുള്ളതാണ്. ഇത് നിഫ്റ്റിയുടെ കേസിലാണ്. ഇതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലും വരിക, അല്ലെങ്കിൽ മറ്റുള്ള സ്ക്രിപ്റ്റുകളുടെ കേസിലും വരിക. ഇനി രണ്ടാമത്തേത് അപ്ഫ്രണ്ട് പേയ്മെൻറ്റ് ഫോർ പ്രീമിയം ഓപ്ഷൻസ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ലോട്ട് സൈസ് 60 ആയിട്ട് എന്തായിട്ടുണ്ട്? കൂടിയിട്ടുണ്ട് അല്ലേ? ഒന്നാമത്തെ റൂള് പ്രകാരം ലോട്ട് സൈസ് കൂടുമെന്നുള്ളതാണ്. രണ്ടാമത് ഈ ലോട്ട് സൈസ് ഇൻറ്റു നമ്മുടെ പ്രീമിയം 100 രൂപയാണെങ്കിൽ 60 × 100 നമുക്ക് എന്ത് ചെയ്യാം? പ്രീമിയം കൊടുക്കേണ്ടതായിട്ട് വരിക. സാധാരണ നമുക്കറിയാം 25 ആയിരുന്ന സമയത്ത് 25 × 100 2500 മതിയായിരുന്നു. പക്ഷെ എന്ത് വേണം? ഇനി പ്രീമിയം എമൗണ്ടും കൂടുമെന്നുള്ളതാണ്. ഒരു ട്രേഡിൽ കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ ഈ തുക മുഴുവനായി നൽകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് കൊളാട്രൽ സെക്യൂരിറ്റി ഉറപ്പാക്കാനും അല്ലെങ്കിൽ ലീവറേജ് കുറക്കാനും സഹായിക്കുമെന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേത് എക്സ്പയറി ഡേയിലുണ്ടാകുന്ന കാലണ്ടർ സ്പ്രെഡിൻ്റെ ആനുകൂല്യത്തിൻ്റെ നഷ്ടം എന്നുള്ളതാണ്. സാധാരണ ഒരു കാലണ്ടർ സ്പ്രെഡ് എന്ന് പറയുന്നത് ഈ ഒരു മാസത്തെ കോൾ സെല് ചെയ്തു അടുത്ത മാസത്തെ ഒരു കോൾ ബൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി സാധാരണ സെൽ പൊസിഷൻസിൻ്റെ മാർജിൻ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? കോള് ബൈ എടുക്കുന്നതോടുകൂടി കുറയാറുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പയറി ഡേയ്സിൽ നമുക്ക് ഈ മാർജിൻ ബെനിഫിറ്റ് കിട്ടൂല എന്നുള്ളതാണ് ഈ ഒരു ഇതിലുള്ള ബുദ്ധിമുട്ട്. ഇനി നാലാമത്തത് ഇൻട്രാഡേ പൊസിഷൻ ലിമിറ്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നതാണ്. സെബി ഒരു ദിവസം 4 തവണയെങ്കിലും നമ്മുടെ പൊസിഷൻസ് ചെക്ക് ചെയ്യുമെന്നുള്ളതാണ്. ഒരു ട്രേഡിംഗ് ഡേയിൽ ഏറ്റവും കുറഞ്ഞത് 4 തവണയെങ്കിലും ചെക്ക് ചെയ്യുമെന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തത് എക്സ്ട്രീം ലോസ് മാർജിൻ ഓൺ ഷോർട്ട് ഓപ്ഷൻസ് എന്നുള്ളതാണ്. പുതിയ നിയമം അനുസരിച്ച് 2% നമ്മുടെ കോൺട്രാക്ട് സൈസിൻ്റെ അല്ലെങ്കിൽ കോൺട്രാക്ട് വാല്യൂവിൻ്റെ 2% എന്ത് ചെയ്യും? ആഡ് ഓൺ ചെയ്യുമെന്നുള്ളതാണ്. ഇനി ആറാമത്തത് വീക്കിലി കോൺട്രാക്റ്റുകൾ ലിമിറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഓരോ എക്സ്ചേഞ്ചിനും ഓരോ എക്സ്പയറി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. സാധാരണ നമുക്കറിയാം NSE BSE 2 എക്സ്ചേഞ്ചുകളുണ്ട്. ഇപ്പോൾ NSEയിൽ നമുക്ക് നിഫ്റ്റി, ഫിൻനിഫ്റ്റി, മിഡ് ക്യാപ്പ് തുടങ്ങി ഒരുപാട് എക്സ്പയറികൾ വരുന്നുണ്ട് ഒരു വീക്ക് തന്നെ. പല ദിവസങ്ങളിലും, അതായത് ആഴ്ചയിൽ 5 ദിവസം നമുക്ക് എക്സ്പയറി വരുന്നുണ്ട്. ഇപ്പോൾ സെൻസെക്സ് BSEയുടെ ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യും? വീക്കിലി NSEക്ക് ഒരെണ്ണവും BSEക്ക് ഒരെണ്ണമായിട്ട് ലിമിറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ കോൺട്രാക്റ്റുകളും മന്ത്ലിയിലേക്ക് മാറ്റും എന്നുള്ളതാണ്. ശരിക്ക് സെബിയുടെ ഈ പുതിയ റൂളുകൾ സിംഗിൾ ലോട്ടിൽ അല്ലെങ്കിൽ ചെറിയ 800 രൂപ, 900 രൂപ അല്ലെങ്കിൽ 1000, 1500 രൂപയ്ക്ക് റിസ്ക് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും മൾട്ടിപ്പിൾ ലോട്ടിൽ 5 6 അല്ലെങ്കിൽ അത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഒരു പുതിയ റൂള് നമ്മുടെ ട്രേഡിങ്ങിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നിങ്ങൾക്കൊന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റും.